മോർണിംഗ് ഡേ 4. നീറ്റ് ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നു. ഇനി 1 മണിക്കൂറുണ്ട്. ഈ 1 മണിക്കൂറിൽ കുളിക്കണോ, ഫുഡ് കഴിക്കണോ, പോകണോ. പുറത്ത് നല്ല വെയില. ഈ കൂടുതൽ നേരം ഉറങ്ങിയാൽ അതിനെ ഭയങ്കര മടി പിടിക്കും. പിന്നെ നീക്കാൻ തോന്നുന്നില്ല. കൂടുതൽ ഒരാൾക്ക് ലീവാണ്. എൻ്റെ ലീവ് നാളെ. നോക്കാം പുറത്ത് എന്തല്ലേ കാണുമ്പോ എന്നെ പേടിയൊന്നും നടക്കാൻ. പിന്നെ സോഫ എപ്പോഴാണ് ഡ്യൂട്ടി? പിന്നെ ഇതേട്ടൻ്റെ ഡ്യൂട്ടി ഇന്നലെ ഓഫായിരുന്നു. ഇന്ന് ഡ്യൂട്ടി. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ദിവസം വന്ന് നോക്കും. അങ്ങനെ കുളിച്ചൊരുങ്ങി. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് പോണ വഴിക്ക് ഹോട്ടലിൽ കഴിച്ചാലാന്നൊരു ബോധി. പോണ വഴിക്ക് അവിടെ ബിരിയാണിയാണ്, ചോറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം അവിടുന്ന്. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയാം, ഈ ഡെലിവറിക്ക് പോണ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു കാലാവസ്ഥ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അതല്ലാതെ പുറത്തെ പണിക്കാരൊക്കെ ഉണ്ടാവും, ഔട്ട്സൈഡ് ബിൽഡിംഗ് വർക്കൊക്കെ. ഈ ഒരു കാലാവസ്ഥയിൽ ഉച്ചവരെ ഒന്നും അവർ പണിയെടുപ്പിക്കില്ല. ചിലപ്പോൾ അവർ പണി നേരത്തെ തുടങ്ങിയായിരിക്കും. പുലർച്ചെ 4 മണിക്ക്. അതിന് ഉച്ച ഒരു 12 മണി 11 മണി നമുക്ക് നിർത്തുമായിരിക്കും. പിന്നെ വൈകിട്ടായിരിക്കും പണി തുടങ്ങുക. അല്ലെങ്കിൽ ഗവൺമെൻറ് അത് ഇതാക്കും. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ കുറേ നിയമം. പക്ഷേ ഈ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ വർക്കുണ്ടല്ലോ, അതൊക്കെ പ്രശ്നമാണ്. ഉച്ചക്ക് ഡെലിവറി ചെയ്യുന്ന ആളുകളും ഔട്ട്സൈഡ് കുറേ പണികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര മെനക്കേടായിരിക്കും. ഒരു 10 മിനിറ്റ് അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ വയ്യാതാവും, ഉള്ള എനർജി ലോസ് ആവുന്നു. പിന്നെ ബിരിയാണി എത്തിയിട്ടുണ്ട്. എന്നാൽ ബിരിയാണി കഴിച്ചിട്ട് ബാക്കി പരിപാടികളിൽ നോക്കാം. ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും. പിന്നെ ഡ്യൂട്ടിക്ക് പോയി ഫുഡ് കഴിച്ച് ഇനി നേരെ ഷോപ്പിലേക്ക്. ഇനി 5 മിനിറ്റും കൂടി ഉണ്ട്. ജയിച്ചിട്ടില്ല, അങ്ങനെ നടക്കുമ്പോൾ ജയിച്ചോളൂ. ഇനി അതിനുള്ളിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിച്ചു തന്നെ, തണമൂടി അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉറക്കം വരും. വല്ലാത്തൊരവസ്ഥ. രണ്ടുപേരതാ പോണ് ചെക്കന്മാരുടെ ചെരുപ്പ് കണ്ടാ. നമ്മള് ആത്ത് നോക്കിട്ട് കൊണ്ടുവന്ന ചെരുപ്പൊക്കെ ഇട്ട് പോണൊക്കെ കള്ളപ്പന്നി. 10 ദിർഹംസ് തേഞ്ഞ് ഉണ്ടായിണ്ടാവും. ഇപ്പോ ഇവന്ന ലീവാണ്. എങ്ങോട്ടാ യാത്ര? അപ്പൊ ചാമ്പ്യന് യുഎയിൽ മരിച്ചാ പോലും നാട്ടിൽ പോവാൻ ഭയങ്കര പണിയായിട്ടപ്പോ. ഇത് DJ ഇവിടെ നല്ല വില കുറവിനെല്ലാം കുട്ടാക്ക് എടുക്കണം, മല പോലെ. എങ്ങോട്ടേ? അവിടെ എന്താ ടൈമായിട്ടാ. പതിവ് പോലെ നമുക്ക് നമ്മളെ ചായക്കടയ്ക്ക് പോവുക. ഇന്നെന്താണെന്ന് നോക്കുക. ഇന്നലെ നെയ്ച്ചോറും ബീഫും കഴിച്ചില്ല. അപ്പം ഇന്ന് പുട്ടോ പൊറോട്ട ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാട്ടാ. ഇന്നെന്തള്ളേ? എന്നാ അതെങ്ങനെ എടുത്തോ. ഇന്ന് നെയ്ച്ചോറ് തന്നെയാണ്. എന്താ ചെയ്യാ, നെയ്ച്ചോറിന്ന് കഴിക്കണ്ട, വേറെ എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ട് വന്നു. പക്ഷെ ഇന്ന് സ്പെഷ്യൽ നെയ്ച്ചോറ് അത്രേ. അപ്പൊ നമുക്ക് കഴിക്കാം. നല്ല ചൂടോടെ അതാ വരുന്നു കേട്ടോ. ആവി പോണേണ്ട. അപ്പൊ നമുക്ക് അതന്നെ കഴിക്കുക. ഒരു ഉപ്പ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ചിക്കൻ കറി എടുത്താലോ ഇതിക്കുന്നത്? ഇന്ന് ചിക്കൻ കറി. ചുക്ക. ഇതെന്താ അച്ചാറിന്റെ കച്ചമ്പറ? ഫുഡ് കഴിച്ച് ഇതൊന്നും ദഹിക്കാൻ വേണ്ടി ഇരിക്കട്ടാ. സന്തോഷം. മതിയടാ മതിയടാ. നല്ല അടിയാട്ടാ. ഇത് ഇവിടുത്തെ ബായ് സാബാണ്, മെയിൻ താവാണ്.
ഓൾ ഇൻ ഓൾ ആണ് ആ പോണ ആള്. എന്തല്ലേ ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ 5 മിനിറ്റ് ഉള്ളു കേട്ടോ. 5 മിനിറ്റ് എത്ര വേഗം സമയം പോകണമെന്ന് അറിയാം. ഈ രാത്രി ദിവസങ്ങൾ ബ്രേക്ക് കിട്ടിയ വേഗം സമയം പോകും. അതേസമയം പകല് ഡ്യൂട്ടിക്ക് വരുമ്പോൾ ബ്രേക്ക് കിട്ടും. ആ സമയം കുറച്ചധികം കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ്. പക്ഷെ രാത്രി അങ്ങനെയല്ല, പെട്ടെന്ന് തീരും 1/2 മണിക്കൂറൊക്കെ. പിന്നെ ഇനി എന്താ, കുറച്ച് മണിക്കൂറും കൂടി ഉള്ള കഴിഞ്ഞ് ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ്. പിന്നെ ഇന്ന് വീക്കെൻഡ്സ് ഒന്നുമല്ലല്ലോ, നോർമൽ ഡേയ്സ് അല്ലേ. അപ്പോൾ അധികം കസ്റ്റമറൊന്നും ഇല്ല, അപ്പോൾ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് കീറിയില്ല. നമ്മൾ സെക്ഷൻ ഓൾമോസ്റ്റ് ടാർഗറ്റ് അടിച്ച നിലവിലാണ് പോയോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കൺഫർട്ട് സോണിലാണ്, സേഫ് സോണാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, കൂടുതൽ പ്രഷറിങ് ഉണ്ടാവില്ല നമുക്ക്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി നാളെ ഞാൻ ഇവരൊക്കെ ഓഫാണ്. നാളത്തെ ദിവസം പൊളിക്കുക. നാളെ എന്താ, ചിലപ്പോൾ കിടന്ന് ഉറങ്ങും കുറേ നേരം. പുറത്ത് പോകാനുള്ള മൂടുണ്ടെങ്കിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അല്ലാതെ ഇപ്പം എങ്ങോട്ട് പോകാനാ, ഭയങ്കര ചൂടല്ലേ. കയ്യിലെങ്കിൽ 5 പൈസ ഇല്ല. പൈസ ഇപ്പോൾ സാലറി കിട്ടാൻ 5-6 ദിവസം കൊണ്ട് പെൻഡിങ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ റൂമിൽ പോവുക, ഫ്രഷ് ആവുക, കഴിക്കുക, മൊബൈലൊന്നും തോണ്ടൊക്കെ ഇടുന്ന് ഉറങ്ങുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഔട്ട് AZ Vlog.